വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, ഇവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. പല്ലൊക്കെ തേച്ചൊന്ന് സെറ്റായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം കേട്ടോ. ഇന്ന് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ പുറത്തെ കാര്യങ്ങളും അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഫുഡും കുക്കിങ്ങും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എൻ്റെ ഫേസ് ശ്രദ്ധിച്ചോ? ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തി കഴിഞ്ഞപ്പം എൻ്റെ ഫേസിലും ഹെയറിലും ബോഡിയിലും അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എൻ്റെ ഫേസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറേ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതൊക്കെ പോയി ക്ലിയർ ആയി. കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ബ്രൈറ്റ് ആയ പോലെ തോന്നി. വെളുത്തു എന്നൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, ടാൻ എല്ലാം പോയി ഒന്ന് ക്ലിയർ സ്കിന്നായി. അപ്പോൾ ഇനി ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്നും ഡെയിലി 2 മുട്ട കഴിക്കാറുണ്ട്, മാക്സിമം കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ 2 മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ഓംലേറ്റ് അടിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ എളുപ്പമാണല്ലോ അത്. പിന്നെ ഒരു എന്താ പറയുക, നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട്. ഇതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അല്ല, നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് നമ്മളതിന് ഉണ്ടാക്കില്ലേ, അതാണ് ചൈനീസ് നൂഡിൽസാണ്, വീറ്റ് നൂഡിൽസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചു. മാക്സിമം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗ്രീൻ പീസ്, ഉള്ളി, പിന്നെന്താ ക്യാരറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുറച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഒരു തവണ ഞാൻ ഉണ്ടാക്കി ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വെന്ത് കുഴഞ്ഞ് ഒരുമാതിരി അട പോലെ ആയിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വേവ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഇവരതിൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും എഴുതൂല കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരറ്റെല്ലാം അരിഞ്ഞ് വെച്ച്, ക്യാരറ്റും ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിയാ സീഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് തലേദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെയോ ഒന്ന് കുതിർത്തിയിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ചിയാ സീഡ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ല സാധനമാണ്, ഹെയറിനും സ്കിന്നിനൊക്കെ സൂപ്പറാണ്. നിങ്ങൾ വേണമെങ്കിൽ കുടിച്ചോ. അപ്പോൾ നൂഡിൽസിലുള്ള എല്ലാ സാധനവും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും ക്രീം പീസ് ഒന്നും എടുക്കണില്ല കേട്ടോ, കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കും പിന്നെ കറി വയ്ക്കാൻ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട്. മുട്ട പുഴുങ്ങി, ഒരു മുട്ട ഫ്ലോപ്പായി പോയിട്ടോ. അതിനെ കുറച്ച് കുരുമുളകും ഉപ്പെല്ലാം ഇട്ടിട്ട് അത് തിന്നാൻ പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കണം എന്നാണല്ലോ. പിന്നെ റൂംമേറ്റ്സ് ഒന്നും ഇപ്പോൾ എണീറ്റ് വരില്ല കേട്ടോ. ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങുമായിരിക്കും, ഉച്ച വരെ ഉറങ്ങുമായിരിക്കും. സോ അതിന് മുന്നേ നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കള മുഴുവൻ ഞാൻ അങ്ങ് ഏറ്റെടുത്ത്. അപ്പോൾ ഇനി എല്ലാവരും വരുന്നതിന് മുന്നേ, എനിക്ക് ഒരുപാട് റഷായിട്ടിരിക്കുമ്പോൾ കുക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഒറ്റയ്ക്കെന്നല്ല, 1-2 പേരൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നൂഡിൽസ് ഒരു കുക്കറിലിട്ടിട്ട് നിറച്ചും വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ, ചെറിയൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടിയിട്ട്, കാരണം തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നൂഡിൽസിൽ ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ. സോ നമുക്ക് നൂഡിൽസിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്യാനിടാം. ഇനിയിപ്പോൾ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടെ. ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ചെണ്ണ യൂസ് ചെയ്താൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലത്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ദെൻ ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിനായി നമ്മൾ ക്യാരറ്റും കൂടെ ഇടും. ഈ ക്യാരറ്റൊക്കെ ജസ്റ്റ് വെന്ത് കിട്ടണമല്ലോ, കുറച്ച് വലുതായിട്ടാണ് ഞാൻ എരിഞ്ഞിരിക്കണത്. ഇതിലും കുറച്ചും കൂടെ പൊടിയായിട്ട് എരിയാമെങ്കിൽ അത്രയും നല്ലത്. അതൊന്ന് ജസ്റ്റ് വാടിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ് കുക്കറി ഷോ ഒന്ന് എനിക്ക് തോന്നണം കേട്ടോ. സംഭവം ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മളെ എൻ്റെ ഡെയിലി ഇതൊക്കെ ഉണ്ടല്ലോ. സോ ഇത് നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യട്ടോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം. ഇതെൻ്റെ രീതിയിലുള്ളൊരു നൂഡിൽസാണ്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല വെച്ചിട്ടുണ്ട്. പിന്നെ നടുക്കൊരു ചെറിയൊരു വഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ മുട്ട ആഡ് ചെയ്തിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി 2 മുട്ട തിന്നല്ലോ, അതുകൊണ്ടാണ് ഒരു മുട്ട ഇട്ടത്. സോ വേണമെങ്കിൽ 2 മുട്ട ഇട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. പിന്നെ ചിക്കനൊക്കെ എടുത്തിടാം, ഒരു രസമല്ലേ. ഇത് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. സോയാ സോസ് ആഡ് ചെയ്യുന്ന മറ്റേ ക്ലിപ്പ് ഇതിനകത്തില്ല, പക്ഷെ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് വാട്ടറി ആയിട്ട് ഇരിക്കണമല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിക്കായിട്ട് എടുക്കുക കേട്ടോ. കാരണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, നമ്മളൊരുമാതിരി തോരൻ പോലെ ഇരിക്കും. സോ പിന്നെയാണ് എനിക്ക് പണി കിട്ടിയത്. ഇത് സാധനം വെന്ത നൂഡിൽസ് ഞാൻ ഇതിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇളക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനൊരു വലിയ കുക്കറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണോ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. കാരണം 3 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്ലേസിൽ എത്തണമായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ ഫുഡ് ഉണ്ടാക്കി പക്ഷേ കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊളാബ് ഉണ്ട്, ഒരു ഫോട്ടോഷൂട്ട്. സോ നമ്മൾ അതിന് വേണ്ടി പോകാം. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, ആദ്യയുടെ കല്യാണത്തിന്. പിന്നെ പക്ഷെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 1 മിനിറ്റ്. ആദ്യയുടെ കല്യാണത്തിൽ ഇട്ടിട്ട് എനിക്ക് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സോ ഞാൻ വിചാരിച്ചു ഇതന്നെ ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടുമല്ലോ. അവിടെ ഈ ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ സീനിയറുണ്ട്, അവൾ സ്റ്റിച്ച് ചെയ്തതാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറുമാണ്, നല്ല പാറ്റേണുമാണ്. ഞാൻ കുറേ റെഫർ ചെയ്തിട്ട് കണ്ടുപിടിച്ച ഡിസൈനാണ്. അപ്പം ഇതിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കോസ്റ്റ്യൂമുണ്ട്. അപ്പോൾ അതും ഇതുപോലെ പഴയ തന്നെ കേട്ടോ. ഇതിനായിട്ട് ഞാൻ പുതിയൊന്നും എടുത്തിട്ട്, കാരണം എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് കാര്യമെല്ലാം ഇടണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ.
3 മണിക്ക് എത്തേണ്ട ഞാൻ 2:45 ഓൾറെഡി ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഒരുപാട് ലേറ്റായി. ഇവിടുന്ന് നമ്മൾ മെട്രോ കയറി പിന്നെ ബസ്സിൽ കയറി അങ്ങനെ പോകണം. വേണം നടന്നും പോകാം കേട്ടോ. പക്ഷേ ഈ വെയിലത്ത് നമ്മൾ കൂടെ നടക്കൂല. എന്നെ ഇട്ടേക്കണ മേക്കപ്പ് മുഴുവൻ ഒലിച്ച് പോകും. അതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ബസ് എന്ന് പറയുന്നത് അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ടോ. 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നടന്നു കൊണ്ടുവരുമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ഇടാൻ അറിഞ്ഞുകൂടാ കേട്ടോ. കണ്ട വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ചിലപ്പോൾ നല്ല ഫ്ലോപ്പ് ആവാറുണ്ട്. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയട്ടോ. അങ്ങനെ നമ്മൾ അൽസീഫിലെത്തി. ഇതാണ് അൽസീഫ്. ഇവിടെയാണ് നമ്മളിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നാൽ ഒരു ഓൾഡ് നമ്മൾ പഴയ ഒരു ബിൽഡിങ്, പഴയ ദുബായ് എങ്ങനെയാണോ എക്സാക്റ്റ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും എന്താ പറയുക ഡിസൈനും എല്ലാം ഇങ്ങനെയാണ്. ശരിക്കും പറയാനാണെങ്കിൽ ദുബായിലൊരു അതിപുരാതന നഗരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ ഏറ്റവും പഴയ സ്റ്റൈലിലുള്ള അറബിക് കെട്ടിടങ്ങളും കാര്യങ്ങളും അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഞാൻ വഴിയെ കാണിച്ചു തരാം കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫോട്ടോഷൂട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വേർത്ത് ഒലിക്കുകയാണ്. കാരണം ഞാൻ പുറത്തങ്ങനെ പോകാത്തത് കൊണ്ട് ഭയങ്കര നമുക്ക് ഇത്രയും ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങും ഈ പോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല. ഇത് പണ്ട് കാലത്ത് അറബികൾ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പഴയ എന്താ പറയുക ബിൽഡിങ്ങും അതുപോലെ സാധനങ്ങളും ഇത് വിൽക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാനാണ്. പക്ഷെ അല്ലാണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ പുരാതന സാധനങ്ങളുണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറും അതുപോലെ ഈ എന്താ പറയുക വയറിങ് പോലും കണ്ടില്ലേ. നമ്മൾ ഏറ്റവും പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ദുബായ് ഉണ്ടായിരുന്നത് അതേപോലെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നൊരു സ്ഥലമാണിത്. പിന്നെ ഈ സ്ഥലത്തെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. നമ്മൾ വെഡ്ഡിങ് ഷൂട്ടാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതൊരു ഫോട്ടോസ് എടുക്കാനാണെങ്കിലും റീൽസ് എടുക്കാനാണെങ്കിലും ടിക്ടോക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പം ഞാൻ ശരിക്കും വന്നിരിക്കുന്ന ഉച്ചയ്ക്കാണ് കേട്ടോ. ഒരു ഈവനിങ് അല്ലെങ്കിൽ നവംബർ ഡിസംബർ ആ ടൈം ഉണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റ് ഉള്ളത്. ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. പിന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യമായിട്ട് നടന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്ത് വേറെ കൺട്രീസിൽ നിന്നൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ്. അങ്ങനെ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷം പെരുന്നാളിന് ആ ടൈമിലും കണ്ട് നമ്മളിങ്ങനെ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കും ഓർമ്മ പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിടാൻ തന്നെ വിചാരിച്ചു. ആക്ച്വലി എനിക്കിത് കയറില്ലായിരുന്നു. 1 മാസം ഡയറ്റ് ചെയ്തപ്പോൾ 2 ഇഞ്ച് കുറഞ്ഞു. അതുകൊണ്ട് ഇത് പാകമായി. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഇവിടെ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും എന്താ പറയുക അങ്ങനെ വേർത്ത് കുളിക്കും. അങ്ങനെ സെക്കൻഡ് കോസ്റ്റ്യൂമിലും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഏകദേശം 5:30 ടൈമൊക്കെ ആയിട്ട് ഇപ്പം ആൾക്കാർ കുറച്ച് കൂടി വരുന്നു, ക്രൗഡ് ആവുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കണ്ടോ നിങ്ങൾ ഈ കാണുന്ന ആന അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത്. ഇനി ഇതാ എന്ത് കലാരൂപമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഏത് നാട്ടിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൽസീഫ് മെയിൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെയാണ്. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ 5 ദിറംസ് മുതൽ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവരിങ്ങനെ നമ്മുടെ ചോദിക്കും ഇന്ത്യ അല്ലേ കേരള അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ തന്നെ കാണാം കേട്ടോ. ഇതൊരു സ്ട്രീറ്റ് പോലെ ഇങ്ങനെ പല വഴിക്കാട്ടോ. ഒരു വഴി തെറ്റിപ്പോയി പിന്നെ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പോകുന്ന വഴിക്കേ കണ്ടോ ഒരു ഒട്ടകവും അറബിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാം. പിന്നെ വണ്ടിയിൽ കുറച്ച് എന്താ പറയുക ഞണ്ടോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്നത് നടന്നാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിന് വന്നു. ഇപ്പോൾ ഇനി കറക്റ്റ് ബസ്സിൻ്റെ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ, നമ്മൾ ബർദുബായിൽ നിന്ന് ഇതുപോലെ ബോട്ടെല്ലാം കിടക്കുന്നത്. ഇതിന് നേരെ അപ്പുറത്തെ സൈഡാണ് ബർദുബായി. അപ്പോൾ പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ബോട്ടില്ല കേട്ടോ. ഇവിടുന്ന് നമ്മൾ ബസ്സിന് തന്നെ പോയിട്ട് അങ്ങനെ മെട്രോ കണക്ട് ചെയ്ത് പോകണം. അപ്പം നമ്മൾ ആ പണ്ടത്തെ വീഡിയോയിലിട്ട ആ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ വരും. കാരണം ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തുമാണ്. സോ പിന്നെ ഞാൻ അവിടുന്ന് റോട്ടിലേക്കൊക്കെ കടന്നിട്ട് നടന്നു പോവാണ്. ഇവിടുന്നൊരു 20 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് എത്താം കേട്ടോ. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ ആവശ്യത്തിലധികം ടാൻ അടിച്ച് റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഈ വെയിലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങ് മടുത്ത് പോവുകയാണ്. ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഗൈസ് അങ്ങനെ നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അയ്യോ ഇവിടെ ഭയങ്കര വെയിലാട്ടോ. വെയിലായിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ വേർത്ത് ഒലിക്കായിരുന്നു. ഞാൻ ഈ യൂണിയൻ വിട്ട് പുറത്ത് പോകുമ്പോൾ ഇത്രയും ചൂടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ റൂമിൽ ചെല്ലുന്നു ഉറങ്ങുന്നു അത്രയേ ഉള്ളൂ. നമ്മളിവിടെ എത്തി ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും